നായയുടെ വാൽ ഓടക്കുഴലിട്ടാലും അത് നിവരില്ല എന്നും അതുപോലെയാണ് ചില CPM നേതാക്കളുടെ ചെയ്തികളെന്നും BJP ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. നവീൻ ബാബുവിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കലക്ടറേറ്റ് മുന്നിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ സാഹചര്യവും അദ്ദേഹം കൈക്കൂലി വാങ്ങിയിരുന്നതായും തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കായില്ലെന്ന് കെ വിനോദ് കുമാർ പറഞ്ഞു. PP ദിവ്യയാണ് നവീൻ ബാബുവിന്റെ കൊലയാളിയെന്നും കുറച്ചുകാലം CPM PP ദിവ്യയെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയെന്നും എന്നാൽ ഇപ്പോൾ പല വേദികളിലും അവർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയെന്നും PP ദിവ്യയെ സ്വർണ്ണപ്പാളി കൊണ്ട് പുതപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോഴും CPMന്റെ പല വേദികളിലും ശ്രീമതി ദിവ്യ പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രീമതി PP ദിവ്യയെ സ്വർണ്ണപ്പാളി കൊണ്ട് പുതപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ശ്രീമതി PP ദിവ്യയെ സ്വർണ്ണപ്പാളി കൊണ്ട് പുതപ്പിച്ച് വീരപരിവേഷം നൽകി പരിശുദ്ധയാക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു. നായയുടെ വാല് ഓടക്കൊള്ളിട്ടാലും അത് എപ്പോഴെങ്കിലും നിവർന്നു നിൽക്കും. എത്ര കാലം നിവർന്നു നിൽക്കും? ദിവ്യയുടെ ചെയ്തികൾ അതാണ്. CPMന്റെ ചില നേതാക്കന്മാരുടെ ചെയ്തികൾ ഇത്തരത്തിലാണ്. അവരുടെ അണികളിൽ ചില ആളുകൾ കത്തിയെടുത്തും ബോംബെടുത്തും ആളുകളെ കൊല്ലാൻ പോകുന്നു. ഇത്തരം നേതാക്കന്മാർ നാവ് ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നു. നായയുടെ വാൽ ഓടക്കുഴലിലിട്ടാലും അത് നിവരില്ല എന്നും അതുപോലെയാണ് ചില CPM നേതാക്കളുടെ ചെയ്തികളെന്നും അണികൾ കത്തിയെടുത്തും ബോംബെടുത്തും ആളുകളെ കൊല്ലാൻ പോകുമ്പോൾ ഇത്തരം നേതാക്കൾ നാവ് ഉപയോഗിച്ച് ആളെ കൊല്ലുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സമിതി അംഗം UT ജയാനന്ദൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി അനീഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന സമിതി അംഗം ഗംഗാധരൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അർജുൻ, ജില്ലാ ട്രഷറർ ശ്രീകുമാർ, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രേഷ്മ രാജീവ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.